സ്കൂൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മൾ ഒത്തുചേർത്തുകൊണ്ട് ഈ വൈകിയ വേളയിൽ 60 വയസ്സ് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടി ചേർന്ന് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് അത് ഏകദേശം പറഞ്ഞാൽ വിശ്വസിക്കുന്ന എന്നേക്ക് 1 വർഷം കഴിഞ്ഞ നമ്മുടെ മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിനായിരുന്നു നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത് എല്ലാവരുടെയും കൂട്ടായ്മ, എല്ലാവരുടെയും പ്രയത്നം, അതിന്റെ ഫലമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈ 1 വർഷമായി നമ്മൾ കൊണ്ടു നടക്കുന്നു. എല്ലാവരും ചിരിച്ചും കളിച്ചും കരഞ്ഞും ഒക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിനെ ചാറ്റ് ചെയ്തും സന്തോഷിപ്പിച്ചും ഒക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. അപ്പൊ അതിന്റെ 1 വർഷം കഴിയുന്ന വേളയിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗെറ്റ് ടുഗദർ ആഘോഷിക്കാം എന്ന് തീരുമാനിച്ച് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വേദിയിലേക്ക് നമ്മൾ കടന്നു വന്നത്. അപ്പോ അതിനെ കുറിച്ചൊക്കെ നമ്മുടെ സെലിബ്രിറ്റിയായ നമ്മുടെ ശ്രീമതി സുശീലകുമാരി കെ ജഗതി പറയും, നമ്മുടെ കൂട്ടുകാരി. പിന്നെ കാര്യപരിപാടികളായിട്ട് നമ്മൾ ആദ്യം ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. കോലുന്ന സ്നേഹസ്വരൂപാമിൻ കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാമിൻ കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. എന്തിനും മീതെ മുഴങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ ചൊല്ലാവൂ, നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. നമ്മുടെ ഈ ഇന്നത്തെ പരിപാടിയുടെ കാര്യക്രമം എന്നുള്ള രീതിയിൽ നമ്മുടെ ചെറിയൊരു സൂചന കൊടുത്ത് നമുക്ക് പലർക്കും അറിയാൻ പറ്റും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി
സുശീല നമുക്ക് തരുന്ന ഒരു സ്നേഹ വിരുന്നാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് എന്തിനാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയുന്നതിനേക്കാളേറെ സുശീല തന്നെ പറയുന്നതായിരിക്കും, നമ്മോട് പറയുന്നതായിരിക്കും. ചിലർക്ക് ആ സൂചന കിട്ടിക്കാണും. എന്നാലും സുശീല അത് വിശദമായിട്ട് നമ്മളോട് പറയും. നമ്മുടെ ഈ നേരത്തെ നമ്മുടെ അമ്പി പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു വർഷമായി നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വന്നിട്ട് 1980 നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് പിരിഞ്ഞവരാണ്. അപ്പോൾ ഏകദേശം ഒരു 56 വർഷമാവും അല്ലെ. 60ന്റെ പടിവാതിൽ നമ്മൾ കടന്നു. വാർദ്ധക്യത്തിന്റെ പടവുകളിലേക്ക് നമ്മൾ എത്തിയെന്നാണ് എനിക്ക് പറയാം. പക്ഷെ എല്ലാ ജീവിതത്തിന്റെ ഊർജ്ജസ്വതയോടെ നമ്മൾ നിൽക്കുന്നത്. കടപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം മഹാദേവരുടെ തിരുവുത്സവം നടക്കുന്ന ഒരു സന്ദർഭം കൂടെയാണിത്. ഏതായാലും ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഒരു 4-5 തവണ നമ്മുടെ ഈ കൂട്ടായ്മ നമ്മള് പല സ്ഥലങ്ങളിലായിട്ട് കൂടിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും മധുരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു 10-17 പേരടങ്ങുന്ന ഒരു ടീം ഒരു 5 ദിവസത്തെ ഹൈദരാബാദ് ട്രിപ്പ് നടത്തിയെന്നുള്ളതാണ്. എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അതൊക്കെ വലിയൊരു അനുഭവമാണ്. നമ്മുടെ ഇനിയുള്ള ജീവിതയാത്രയിൽ ഈ ഒരു യാത്രകളൊക്കെ വലിയ വലിയ അനുഭവങ്ങൾ നമുക്ക് തരുന്നതാണ്. എല്ലാ യാത്രകളും നമുക്ക് അനുഭവം തരുന്നതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ആരുടെയും മനസ്സിനൊന്നും ഇരിക്കാൻ പറ്റില്ല. വാർദ്ധക്യം അങ്ങനെയാണല്ലോ. കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഒരു നിറസാന്നിധ്യമായിട്ട് വളർന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് നമ്മുടെ ഒരു അനുമോദനം കൂടെ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഈ വേദിയിലേക്ക് സുശീലയുടെ ആ സ്നേഹത്തിൽ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അനുമോദനം കൂടെ നൽകിക്കൊണ്ട് നമുക്ക് എന്തായാലും സുശീലയെ നമുക്ക് ഹാർദവുമായിട്ട് ഇതിനകത്ത് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉഷ, ചിദംബരം, അമ്പി ഇവരെ 3 പേരെ സ്വാഗതം ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരെയും എല്ലാവരും ഉണ്ട്. ബാബുരാജ് എല്ലാവരും ഉണ്ട്. ഞാൻ പേരുകൾ കൊടുത്തതല്ല, എല്ലാവരും ഉണ്ട്. ബാബുരാജ് ഉൾപ്പെടെയുള്ളത് നമ്മുടെ സ്ത്രീജനങ്ങളിൽ തന്നെ ഉണ്ട്. എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ എല്ലാവരെയും വ്യക്തിപരമായിട്ട് ഈ ഒരു നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മയുടെ പേര് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും ആദ്യമേ നമസ്കാരം. നിങ്ങൾ എല്ലാവരും ഈ വൈകുന്നേരത്തെ പല കാര്യങ്ങളും മുടക്കിയിട്ടായിരിക്കും ഇവിടെ വന്ന് കാത്തിരുന്നത്. എനിക്ക് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ട് ചിദംബരത്തിനെ കണ്ട ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് ചിദംബരത്തിന്റെ അറിയാം. അമ്പിയെ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങളാരും വലുതായിട്ട് ആരെയും കണ്ടിട്ടില്ല. പിന്നെ രാജി ഞാൻ ഒരുമിച്ച് GTC ഒക്കെ പഠിക്കുമ്പോ കണ്ടിട്ടുള്ളേ ഉള്ളൂ. പിന്നെ അതിനുശേഷം രാജിയുടെ മകന്റെ കല്യാണത്തിന് ഞാൻ വന്നിരുന്നു അല്ലേ രാജി? അങ്ങനെയാ കണ്ടത്. അല്ലാതെ മിക്കവാറും പേരെ ഒന്നും വലുതായിട്ട് കണ്ടിട്ടില്ല. പലരെയും കണ്ടപ്പോ ആദ്യം തിരിച്ചറിയാത്ത ജയൊക്കെ കണ്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നില്ല. പിന്നീടാണ് ഓർമ്മ വന്നത് എല്ലാവരെയും. ഇപ്പൊ എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട്. പഴയ കാലവും എല്ലാവരെയും ഓർമ്മയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടാൻ വേണ്ടിയിട്ട് ഒരു അവസരം, അത്രയും ഞാൻ ഇതിൽ നിന്നും ആഗ്രഹിച്ചുള്ളൂ. ഞാനങ്ങനെ എനിക്ക് കഴിഞ്ഞ മാസേ ഒരു ഡോക്ടറേറ്റ് കിട്ടിയായിരുന്നു. ഞാൻ ആരോടും അത് പറഞ്ഞില്ല, പുറത്തേ പറഞ്ഞില്ല. ട്രെയിനിൽ ഇരുന്നപ്പോ എനിക്കൊരു കോള് വന്നപ്പോഴാണ് ജയ അടുത്തിരുന്നത് അത് കേട്ടു. എന്റെ ട്രിവാൻഡ്രത്തുള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞില്ല, അവരാരും അറിഞ്ഞിട്ടില്ല. ഏതായാലും എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചു. അത് എവിടെയാണ് അയച്ചെന്നോ എന്തിനാണ് അയച്ചെന്നോ ഒന്നും ഞാൻ അറിഞ്ഞുമില്ലായിരുന്നു. എന്റെ ഇന്ന് ആധാറിന്റെ കോപ്പിയും വാങ്ങി, എന്റെ കുറച്ച് പ്രൊഫൈലും വാങ്ങി. അപ്പൊ ഞാനത് എല്ലാം എന്റെ മൊബൈലിൽ മാറി മാറി ഇങ്ങനെ ചീത്തയാവുമ്പോ വീണ്ടും അടുത്ത മൊബൈലില് അങ്ങനെ പലതിലായിട്ട് കിടന്നു. പിന്നെ കുറച്ച് PDF ആക്കിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഞാൻ ആ ഫ്രണ്ടിന് കൊടുത്തു. ഫ്രണ്ടാണ് ഡൽഹിയിൽ അയച്ചത്. അയച്ചിട്ട് അന്നേരം പിന്നെ അവരെനിക്ക് മെയിൽ ചെയ്തു 3 ഡോക്ടറേറ്റിന് ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചാരിറ്റി 40 വർഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ സർവീസ് ഇരിക്കുമ്പോ. അതുപോലെ തന്നെ ഞാൻ 650 ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് ഒക്കെ എടുക്കുന്ന കാലത്തും എന്റെ മക്കള് 2 മക്കളും അവര് കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഞാനിങ്ങനെ ഓരോ ട്രെയിനിങ്ങിന് എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ പോവുമായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്.
അതിങ്ങനെ പെയ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതും എല്ലാം വരുമ്പോഴും ഞാൻ എവിടെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അപ്പൊ എനിക്ക് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഡിവൈൻ ആയിട്ടുള്ള കുറെ വർക്ക് ചെയ്തത്. അങ്ങനെ ഇതിന്റെയൊക്കെ PDF ചെന്നപ്പോഴത്തേക്ക് അവർക്ക് തരാനായിട്ട് ഒരു ബില്ലിംഗ് ആയിരുന്നു. അപ്പൊ ഏത് വേണമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡിവൈനിറ്റിയിൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഡിവൈനിറ്റിയിൽ എനിക്ക് അവര് ഇതെല്ലാം അയച്ചു. സർട്ടിഫിക്കറ്റ്സ് എല്ലാം എനിക്ക് കഴിഞ്ഞ മാസം അയച്ചായിരുന്നു. പിന്നെ ഞാൻ പോയി കയ്യിൽ വാങ്ങാൻ ഡൽഹിയിൽ എനിക്ക് അന്നേരം പോകാൻ പറ്റിയില്ല. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ ഡൽഹിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ വെച്ച് തരാനാവും. അപ്പൊ ഞാനത് ചെന്നൈയിൽ വെച്ച് വാങ്ങിയിട്ട് എല്ലാവർക്കും പറയാം എന്നായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിങ്ങനെ ഔട്ടായി. ചെന്നൈയിൽ അടുത്ത മാസം പോണം. അടുത്ത മാസം അവര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ. അപ്പൊ ഇങ്ങനൊരു ഭാഗ്യം ഞാൻ ചെയ്ത, എനിക്ക് തോന്നണം ഞാനിങ്ങനെ റിട്ടയർമെന്റിന് ശേഷം ഡിവൈൻ ബുക്സ് കുറെ എഴുതി. അത് കഴിഞ്ഞിട്ട് ഡിവൈൻ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതില് ചെറുപ്പകാലം എന്റെ മോളാണ് ചെയ്തത്, വയസ്സായ റോളിൽ ഞാനാണ് ചെയ്തത്. പിന്നെ പത്മനാഭ സ്വാമിയായിട്ട് കാർത്തി കൊച്ചുമോനാണ് ചെയ്തത്. അങ്ങനെയൊക്കെ പിന്നെ കുറെ ആൽബം, എല്ലാ ഒരുപാട് അമ്പലങ്ങളെ കുറിച്ചുള്ള ആൽബം ഞാൻ തന്നെ എഴുതി. ഞാനത് പ്രൊഡ്യൂസ് ചെയ്തു. എനിക്ക് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് എന്തിനാ ഈ പൈസ ഇങ്ങനെ കളയണമെന്ന് ചോദിക്കും. ഒരുപാട് പൈസ ഉണ്ടായിട്ടല്ല, എനിക്കൊരു ഇഷ്ടം ദൈവങ്ങളെ കുറിച്ച് എഴുതാനും അമ്പലങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു ആൽബം ചെയ്യാനും എന്റെ ഒരു ഇഷ്ടം. അങ്ങനെ പൈസ നോക്കാതെ അങ്ങനെ ഞാൻ പെൻഷൻ കിട്ടുന്ന പൈസയൊക്കെ എടുത്ത് ഇങ്ങനെ അതിലൊക്കെ ചെലവാക്കും. നാളെ എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ ചെയ്യും. അത് എന്റെ ഒരു ഇഷ്ടം. അങ്ങനെ എനിക്കിപ്പം ഡിവൈനിറ്റിയിൽ ഇങ്ങനെ ഒരു ഡോക്ടറേറ്റ് കിട്ടി. ഡോക്ടർ ആവണമെന്ന് പഠിച്ച കാലത്ത് ആഗ്രഹിച്ചതാണ്. MBBS പോകണമെന്ന് ആഗ്രഹിച്ചാണ്. അന്നത്തെ കാലത്ത് അതൊക്കെ ആലോചിച്ച് നമുക്ക് സങ്കടം വരും. അന്ന് എൻട്രൻസിന് ആദ്യമായിട്ട് നമ്മുടെ പീരീഡിലേ തുടങ്ങിയത്. അപ്പൊ അന്ന് എൻട്രൻസിന് ആപ്ലിക്കേഷൻ അയക്കണം. ഈ ആപ്ലിക്കേഷൻ അയക്കാൻ സമയത്ത് ഞാൻ എന്റെ അച്ഛനടുത്ത് പറഞ്ഞ അച്ഛ എല്ലാ സബ്ജക്റ്റും വെച്ച BSc നഴ്സിംഗ്, ഡെന്റല് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒക്കെ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും കിട്ടും. അപ്പൊ എല്ലാത്തിനും എക്സ്ട്രാ രൂപ അടയ്ക്കണം. അപ്പൊ അന്ന് ആ രൂപ അടയ്ക്കാനില്ലാത്തോണ്ട് MBBS മാത്രം വെച്ചു. അല്ലെങ്കിൽ അന്നേ എനിക്ക് മറ്റേതെങ്കിലും കോഴ്സിനെങ്കിലും കിട്ടിയേനായിരുന്നു. പക്ഷെ ആ എക്സ്ട്രാ അന്നത്തെ തുക ആ MBBS മാത്രം അടയ്ക്കാനുള്ള തുക ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതലായിട്ട് അടയ്ക്കാന്ന് പറ്റിയില്ല. അന്നത്തെ ആ സങ്കടം എന്നും മാറിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ദൈവം നമുക്കെല്ലാം തന്നു, അതിലൊരു വിഷമമൊന്നുമില്ല. എങ്കിലും അന്ന് ഒരു സബ്ജക്റ്റ് കൂടെ വെച്ചിരുന്നെങ്കിൽ, BSc നഴ്സിംഗ് എങ്കിലും ഞാൻ വെച്ചിരുന്നെങ്കിൽ അന്നേ ഞാൻ BSc നഴ്സിംഗിന് പോയത്. അതിന് കഴിയാത്തോണ്ട് ജനറൽ നഴ്സിംഗിന് പോയി. TTCക്ക് പോയി ഞാനും രാജ്യമൊക്കെ. എന്നിട്ട് TTCയിൽ എനിക്ക് അവിടെ ചെന്നിട്ടും എന്റെ മനസ്സ് നഴ്സിംഗിന് പോകണം എന്നുള്ളത്, മെഡിസിനോ എന്തെങ്കിലും ഹോസ്പിറ്റൽ വർക്ക്. അങ്ങനെ ഞാൻ TTC മതിയാക്കിയിട്ട് 6 മാസം പോയിട്ട് അവിടെ നിന്ന് ഞാൻ നഴ്സിംഗിന് പോയി. നഴ്സിംഗിന് അന്ന് കിട്ടിയത് BScക്ക് എൻട്രൻസ് എഴുതാൻ പറ്റാത്തോണ്ട് GNM-നാണ് കിട്ടിയത്. ജനറൽ ഹോസ്പിറ്റലിൽ പോയി GNM പഠിച്ചു. GNM പഠിച്ച് എല്ലാ ക്ലാസ്സിലും എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ക്ലാസ് ഫസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിനും. അങ്ങനെ എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞു, നീ ഡൽഹിയിൽ കോഴ്സ് ഉണ്ട്, അവിടെ പോയി പോസ്റ്റ് ബേസിക് ചെയ്തിട്ട് ട്യൂട്ടർ ആവണം, നീ പഠിച്ചിട്ട് വന്നാൽ മതി, ഞാൻ നിന്നെ ഇവിടെ കയറ്റി വിടാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്റെ പറഞ്ഞ ആളിന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ കൊടൈക്കനയിലാണ് ആ ട്യൂട്ടർ എന്ന് പറയും. അങ്ങനെ മാഡം പറഞ്ഞു കേട്ടപ്പോ ഞാനിങ്ങനെ പിള്ളേരെയൊക്കെ പിടിച്ചിട്ട് പഠിപ്പിക്കും. എന്റെ ക്ലാസ്സിൽ അന്ന് ഈ ചില കുട്ടികളൊക്കെ അനാട്ടമി അറിഞ്ഞൂടാത്ത കുട്ടികളുണ്ട്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നവരായിരുന്നു. അന്ന് 10ാം ക്ലാസ് മതിയായിരുന്നു ചിലർക്കൊക്കെ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോയെങ്കിൽ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് 3-4 സബ്ജക്റ്റുകൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരെ ഞാൻ രാത്രിയാകുമ്പോൾ ഒരുമിച്ചൊരു മുറിയിൽ ഇരുത്തി ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോഴിതൊക്കെ ട്യൂട്ടർ അറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ട്യൂട്ടർ പോസ്റ്റ് പഠിക്കണം, ട്യൂട്ടർ ആണെന്ന് പറഞ്ഞു. പക്ഷെ പഠിച്ചിറങ്ങിയ ആ മാസം കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പം ഡൽഹിയിൽ നിന്ന് പേപ്പർ വന്നു എനിക്ക് പഠിക്കാനായിട്ട്. ഡൽഹിയിൽ രാജകുമാരി അമൃത് കൗർ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് പേപ്പർ വന്നു. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് എന്റെ മോനെ ക്യാരിയിങ് ആയി. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് പഠിക്കാനേ പറ്റിയില്ല. പിന്നെ മോളായി, പിന്നെ ജോലി ഇങ്ങനെ കൊണ്ടിരുന്നു, മക്കളെ വളർത്തലും
പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്നു. എന്നിട്ട് എനിക്ക് എന്റെ കൂടെയുള്ള കന്യാസ്ത്രീമാരെല്ലാം എന്റെ അടുത്ത് ഭയങ്കര കൂട്ടാണ്. ഈ കന്യാസ്ത്രീമാര് എന്റെ സങ്കടം കാണുമ്പോ അവര് പറയും, ഞങ്ങൾ അഡ്മിഷൻ വാങ്ങിച്ചു തരാം, നീ ആ കൊട്ടിയത്ത് അഡ്മിഷൻ തരാം, നീ ഒരു മെസ്സേജ് വേണ്ട എന്ന് പറഞ്ഞ് എന്നെ കൊട്ടിയത്ത് അഡ്മിഷൻ തന്ന് എന്നെ വിളിച്ചു. പക്ഷെ അന്നും കൊട്ടിയത്ത് ഇവിടെ എന്റെ മോളെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ കൊട്ടിയത്തും പോയില്ല. അങ്ങനെ പിന്നെയും മനസ്സിൽ പ്രയാസം കൊണ്ട് നടന്നിട്ട് അവസാനം ഞാൻ എന്റെ ഹസ്ബൻഡ് ഇട്ട് പറഞ്ഞ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എന്ന് പോസ്റ്റ് ബേസിക്ക് തുടങ്ങുമോ അന്ന് ഞാൻ പിന്നെ ഒന്നും കാത്തു നിൽക്കാതെ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സർവീസ് കോട്ടയിൽ എൻട്രൻസ് എഴുതി എനിക്ക് കിട്ടി. ഞാൻ അഡ്മിഷൻ എടുത്തു. രാത്രി 1 മണിക്കാണ് അഡ്മിഷൻ കിട്ടിയതെന്ന്. അത് ഈ എല്ലാം വിളിച്ച് ഇങ്ങനെ വരുമ്പോ ടൈം എടുക്കും. LBS വഴി അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെ അഡ്മിഷൻ കിട്ടി. ഞാൻ പോയി അവിടെ ചെന്ന് ഞാൻ മോള് BSc പഠിച്ചു, ഞാൻ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന് പഠിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു. അവൾ ഉറങ്ങാൻ പോകുമ്പോഴും ഞാൻ പഠിച്ചോണ്ടിരിക്കും, അവൾ ഉറങ്ങി എഴിച്ചു വരുമ്പോഴും ഞാൻ പഠിച്ചോണ്ടിരിക്കും. അപ്പൊ അവള് ചോദിക്കും, അമ്മ ഉറങ്ങിയില്ലേന്ന് ചോദിക്കും. അങ്ങനെ പഠിച്ചാണ് ഡിഗ്രി എടുത്തത്. ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ആവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ആവാം. പക്ഷെ ഒരു നഴ്സിംഗ് ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ സമൂഹമാണ്. അത് പഠിച്ച് തന്നെ പറ്റുള്ളൂ. ഡോക്ടർ പഠിക്കുന്ന അതേ സബ്ജക്ട് 16 സബ്ജക്ട് പഠിച്ച് തന്നെ അതാവുള്ളൂ. അങ്ങനെ പഠിച്ചു. എന്റെ മക്കളെ പ്രായമുള്ള കുട്ടികളെ ഇരുന്ന് വളരെ ബുദ്ധിമുട്ടി. ഞാൻ എല്ലാ സബ്ജക്റ്റും പഠിക്കണമായിരുന്നു, ഡോക്ടേഴ്സ് പഠിക്കണം. അതെല്ലാം പഠിച്ച് എങ്ങനെയോ ഒക്കെ രക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ പഠിച്ച നഴ്സിംഗ് സ്കൂളിൽ തന്നെ പഠിച്ചിറങ്ങി വന്നതിന്റെ പിറ്റേ മാസം എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെ ട്യൂട്ടറായിട്ട് 8 വർഷം നഴ്സിംഗ് സ്കൂളിൽ ഇരുന്നു. 16 ഹോസ്പിറ്റലിൽ അതിന് മുമ്പേ ഞാൻ വർക്ക് ചെയ്തു. സ്റ്റേജ് 3 മെഡിക്കൽ കോളേജ് ഇങ്ങനെയൊക്കെ എല്ലാം. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു. എന്നിട്ടും ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു കല ഇങ്ങനെ ഇരുന്നു. അത് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും ഞാൻ അവിടെ ഒരു സോനിയറൊക്കെ ഇറക്കി അതിൽ ഇങ്ങനെ കഥയും കവിതയൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ശ്രീമതി ടീച്ചറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പുസ്തകങ്ങളൊക്കെ അടിച്ചു. അതും കഴിഞ്ഞിട്ട് പിന്നെ സർവീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പുസ്തകങ്ങളും സിനിമയും പാട്ടും എല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ ഇന്ന് ആ പാട്ടുകൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ എനിക്ക് നിന്നിങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം ഈശ്വരൻ തന്നത്. ആ ഡിവൈനിറ്റി എന്റെ രക്തത്തിൽ അലിഞ്ഞതാണ്. എന്റെ മഹാദേവന് ആ കുട്ടിക്കാലത്തെ തൊട്ടുള്ള നമ്മുടെ ഒരു ഭക്തിയും ആ ഉത്സവവും അന്നത്തെ ഒരു ഇതാണ്. മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ ആ ഇരുന്നതിന്റെ ഒരു ഇത് മഹാദേവന്റെ ഒരു അനുഗ്രഹമാണ്. നമ്മളെ ഇത്രയും പേര് ഇവിടെ പഠിച്ചെങ്കിലും, ഈ സ്കൂളിൽ ഇത്രയും കുട്ടികൾ പഠിച്ചെങ്കിലും എന്താ നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടിയത്, നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ചിരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത് ആ മഹാദേവരുടെ ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ രാവിലെ വന്നിരുന്ന എന്നും അമ്പലത്തിൽ പോയിട്ടല്ലേ ക്ലാസ്സിൽ ഇരിക്കും. അല്ലെ രതിയും ഞാനും ഒരുമിച്ചാണ് രാവിലെ എന്നും അമ്പലത്തിൽ തൊഴുന്നത്. ഞങ്ങൾ തൊഴുതിട്ട് ആ ചന്ദനം ഇട്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത് ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ഇവിടെ നമ്മൾ ചന്ദനം ഇടുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ആ ഒരു ബന്ധമായിരിക്കും ദൈവം നമ്മളെ എല്ലാവരും ഇപ്പൊ കൂട്ടി ഒന്നാക്കിയത്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഇനി ഒരു ആഗ്രഹം കൂടെ എനിക്കുണ്ട്. നമുക്ക് സ്കൂളിൽ പോകണം ഒരു ദിവസം. നമ്മൾ പഠിച്ച സ്കൂളിൽ ഒരു ദിവസം കേട്ടാശ്വരപുരം നമുക്കൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനെ ആരെങ്കിലും അവിടെ ഒന്ന് ആദരിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഒക്കെ ചെയ്യണം. ഏതെങ്കിലും ഒരു ടീച്ചറിനെങ്കിലും അവിടെ കൊണ്ടുവന്ന് നമുക്ക് ആദരിക്കണം. അപ്പൊ അടുത്ത നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം എന്നെ ഒരു ആഗ്രഹം. ഏതായാലും ഇന്ന് നിങ്ങൾ എല്ലാവരും വന്നു. ഞാൻ ഒത്തിരി സംസാരിച്ചു, സോറി, സമയം പോയി. എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം നമ്മളിവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ഓരോരുത്തരുടെയും പേര് പറഞ്ഞില്ല. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞിട്ട് എല്ലാവരും നമ്മൾ സമയം കണ്ടെത്തി ഒരാഴ്ചത്തെ ടൈം കൊണ്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എത്തി ഈ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ വിജയമാക്കാനായിട്ട് ഇനി മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ പ്രോഗ്രാം നടത്തുന്ന എല്ലാവർക്കും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളോട് പഠിച്ച ഒരു വ്യക്തി ഇത്രയും ഉയരങ്ങളിലെത്തിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരേ സ്ഥലത്തിൽ പ്രാർത്ഥിക്കാം. അവർക്ക് എല്ലാവിധ ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സദസ്സിലുള്ള ഈ വേളയില് നമ്മുടെ കൂടെ പഠിച്ച സുഹൃത്തിനെ അനുമോദിക്കാനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്.
എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കെടുത്ത് ഇത് വലിയൊരു വിജയമാണ്. സുശീല ഈ നേടിയതിന് പിന്നിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു കുട്ടിയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സമയം തന്നെ ഞങ്ങള് നവീൻ വിദ്യാനികേതനിലും ഒപ്പം തന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും ഒപ്പം നടന്ന അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ വീട്ടിലായാലും ചുറ്റുപാടിലൊക്കെ ആയാലും സുശീല ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ കാഴ്ചപ്പാടില് അന്നുള്ള ആ കഷ്ടപ്പാടിന് ദൈവം ഇന്ന് വലിയൊരു വില സുശീലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് എന്നത് നിലനിർത്തുക, നാളെയും വലിയ ഉയരങ്ങളിൽ തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ സുശീലയുടെ വിജയത്തിലും ഈ ഉയർച്ചയിലും ഒക്കെ ഞങ്ങൾക്ക് കൂടെ പഠിച്ചവർക്ക് വലിയൊരു അഭിമാനമുണ്ട്. നാളെയും സുശീലയ്ക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ വേണ്ടി അതിനുള്ള ആരോഗ്യവും സന്തോഷകരമായ ഒരു ജീവിതവും ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ദൈവം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകുമെന്നും നമ്മളെല്ലാം ഒത്തുകൂടുമെന്നും ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല. നമ്മള് സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകും, നമ്മളെല്ലാം ഒന്നിക്കുമെന്നും. കാരണം നമ്മള് ഓട്ടോഗ്രാഫി ഒക്കെ എഴുതി SSLC കഴിഞ്ഞു, കോളേജ് ജീവിതം കഴിഞ്ഞു. അപ്പോഴെല്ലാവരും എഴുതി ഇനിയും കാണാം, എനിക്കും കിട്ടി ഇനിയും കാണാം. പക്ഷെ 60 വയസ്സാകുമ്പോൾ നമ്മൾ ഇനിയും കൂടും എന്ന് ആരും എഴുതിയില്ല. പക്ഷെ നമ്മൾ കൂടി, ഇല്ലേ? നമ്മൾ കൂടി. നമ്മൾ അത് കഴിഞ്ഞ് ജീവിതം കരുപിടിപ്പിക്കാനായി പല ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയി. ആ സമയത്തും നമ്മള് പിരിഞ്ഞു പോയെങ്കിലും നമ്മളുടെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഈ സൗഹൃദത്തിന്റെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ വാക്ക് വേറെയാണ്. ഒരു വട്ടം കൂടിയെന്നോ മകൾ പെയ്യുന്ന തിരുവോറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോ മകൾ പെയ്യുന്ന തിരുവോറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാളിൽ മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാളിൽ മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്വഴികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അവിയൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കൈപ്പും പുളിപ്പും മധുരവും നുകരുവാനെപ്പോഴും മോഹം. തൊടിയിലെ കിണവെള്ളം കോരിക്കുടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം. എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാളിൽ മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. കൃഷ്ണ ദൂരം ഏറെ നടന്നു നടന്നു കൃഷ്ണ
ദ്വാരകയെവിടെ കാഴ്ചവയ്ക്കാനീ പുതിയും കാലം കാത്തു സൂക്ഷിക്കുമീ ഓർമ്മകളും കാഴ്ചവയ്ക്കാനീ പുതിയും കാലം കാത്തു സൂക്ഷിക്കുമീ ഓർമ്മകളും കീഴക്കുടയും വടിയുമായി നിൻപുരം തേടി വരുന്നു കുചേലൻ കീഴക്കുടയും വടിയുമായി നിൻപുരം തേടി വരുന്നു കുചേലൻ ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കൃഷ്ണ ദ്വാരകയെവിടെ സോപാനഗ്രാന തിരകഴുകും സ്വന്ന താമര പോല സിംഹാസന സോപാനഗ്രാന തിരകഴുകും സ്വന്ന താമര പോല സിംഹാസനത്തിൽ ശാരീരത്ത് ശ്രീദേവിയുമായി വാഴും ശ്യാമളവർണ്ണനെ തേടി ശാരീരത്ത് ശ്രീദേവിയുമായി വാഴും ശ്യാമളവർണ്ണനെ തേടി ദൂരം ഏറെ നടന്നു ഏറെ നടന്നു കുചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ കാരുണ്യമൂർത്തികൾ സംരൂപം ഒന്നു കാണുവാൻ കണ്ടെന്നു കാരുണ്യമൂർത്തികൾ സംരൂപം ഒന്ന് കാണുവാൻ കണ്ടെന്നു ജീവിതം കൊയ്തു കൊയ്തെത്തിയ ദുഃഖത്തിൽ പാഴവൽ കാണിക്ക വയ്ക്കാം ജീവിതം കൊയ്തു കൊയ്തെത്തിയ ദുഃഖത്തിൽ പാഴവൽ കാണിക്ക വയ്ക്കാം കൃഷ്ണ പാദങ്ങൾ തേടും കുചേലൻ പാദങ്ങൾ തേടും കുചേലൻ കൃഷ്ണ
ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ ചന്ദ്രത്തോളം കുഞ്ഞിപ്പെണ്ണേ വന്നില്ലാരും ചന്ദ്രത്തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടൊന്നേ നിന്റെ കേട്ടാ ഇന്നു വരെ വന്നില്ലാരും തോളയില്ല കഴുത്തിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കൊലുസുമില്ല ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നില്ലാരും ചെന്താമില്ലേലും ചെന്താമര കണ്ണില്ലേലും മുല്ലമൊട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മടിയില്ലേലും നിന്നെ കാണാനും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടൊന്ന് നിന്നെ കാണാൻ ഇന്നു വരെ വന്നില്ലാരും എന്നെ കാണാൻ വരുന്നവർക്ക് വേണം പണവും വേണം പൂരയാണേ മേടില്ല പൂരയിടവും ചോദിച്ചില്ല നിന്നെ കാണാൻ എന്നെ പോലെ ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടേ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നില്ലാരും പൂങ്കാറ്റേ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് ഈ ഉള്ളിലുള്ള എൻ കാമുകനും മോഹമൊന്ന് ചൊല്ലാമോ മുക്കുറ്റി ചാന്തിനാൽ കൂടി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണല്ലേ കുട്ടി ചാണ്ടിനാൾ കുറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണാണു ഞാൻ ഈ പ്രേമ സംഗീത സായങ്ങളിൽ ഈ ജന്മ സായുജ്യ നേരങ്ങളിൽ പാടുന്നു ഞാൻ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് ഈ ഉള്ളിലുള്ള കാര്യമൊന്ന് ചൊല്ലാമോ ആദ്യമായിട്ട് പാട്ടാണ് കസ്തൂരി മഞ്ഞളുമായി വന്നു
കാണും ഈ ലോക സുന്ദരി കസ്തൂരി മഞ്ഞളുമായി വന്ന് നീരാടും നേരത്തു വന്നവനെ കാറ്റത്തു ചേലത്തും ഒന്നോടിയോ കാറ്റിന്റെ കള്ളക്കണ്ണോടിയോ ഞാനിച്ചു നീ പാടുക പൂങ്കാറ്റെ പോയി ചെല്ലാമോ തെക്കൻ പൂങ്കാറ്റെ പോയി ചെല്ലാമോ നീലക്കണ്ണുള്ള എനിക്ക് പെണ്ണോട് നീലക്കണ്ണുള്ള എന്റെ പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ